KM സാമുവേൽ അപ്പച്ചന് യേശു ആരാണ്, എന്തുകൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കുന്നത്, യേശുവിനെ കുറിച്ച് എന്താ ഇത്ര താല്പര്യം? ഈ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരനായി ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയും ഈ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ എനിക്ക് 79 വർഷക്കാലം ദൈവം എന്നെ സഹായിച്ചു. അവൻ്റെ വലിയ കൃപയെ ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം. മരണകരമായ അവസ്ഥയിലൊക്കെയും ദൈവത്തിൻ്റെ കരം കൂടെയിരുന്നു. ആ യേശു നമ്മെ സ്നേഹിക്കുന്ന യേശുവാണ്. ആ യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. ഈ യേശുവിനെ തള്ളിക്കളയുവാൻ ഒരിക്കലും ഇടയാകാതെ അന്ത്യത്തോളം വിശ്വസ്തയോടെ ഈ യേശുവിനെ സ്നേഹിച്ച് അതിൽ കൂടെയുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിലനിൽപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിന് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതുവരെയും ഈ വിശ്വാസത്തിലേക്ക് ഈ കർത്താവിനെ സ്വന്തം രക്ഷമായി സ്വീകരിപ്പാൻ കഴിയാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിൻ്റെയും ജീവിതത്തിലെ ഈ വലിയ സന്തോഷം, വലിയ സമാധാനം നൽകുന്നവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവനിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. അവൻ നമുക്ക് സകലത്തിനും സകലമായി എല്ലാ നന്മകളുടെ ഉറവിടമായി ഇന്നും ജീവിക്കുന്നതിനാൽ ആ ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അന്ത്യത്തോളം നിൽപ്പാൻ ദൈവം ഇടയാക്കി തീർക്കുമാറാകട്ടെ. താങ്ക് യു Pastor C.A. Joseph. Pastor C.A. Joseph ഒരു ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ നിന്നും ജീവിച്ചു, കർത്താവിനെ അറിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുന്നു? ഞങ്ങളൊന്നറിഞ്ഞാൽ അത് സന്തോഷമല്ലേ? കർത്താവിന് മഹത്വം. ഈ പകൽക്കാലം ഈസ്റ്റർ സൺഡേയിൽ യേശുവിൻ്റെ സാക്ഷിയാകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഓർത്തഡോക്സ് സഭാഗത്തിൽ കോട്ടയം പുതുപ്പള്ളിയിൽ പള്ളിയിലെ ഒരു ചെറിയ കപ്പിയാരായിട്ട് ജീവിച്ച ആളായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ ഭവനത്തെ സന്ദർശിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നിത്യജീവൻ പ്രദാനം ചെയ്ത ആത്മാവിലും സത്യത്തിലുള്ള ആരാധന, വിശുദ്ധിയിലുള്ള ആരാധന, ഇതൊരു ആഘോഷം പോലെ ഈസ്റ്റർ കൊണ്ടാടുകയല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസായി, അനുഭവമായി. യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ അതൊരു അനുഭവമായി തീർന്നു. ആ അനുഭവത്തിൽ വന്നപ്പോൾ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം വഹിച്ച് നിത്യജീവൻ പ്രാപിക്കണം. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, യേശു നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇതാകുന്നു ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഈ ലോകം നമ്മളെ തെറ്റിക്കുമ്പോൾ നമുക്ക് തെറ്റുകൂടാതെ നടക്കണമെങ്കിൽ നാം യേശുവിലേക്ക് വരണം. ആഘോഷങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു അനുഭവമായി തീർന്ന് നിത്യത പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കിന് വിരമിക്കുന്നു. താങ്ക് യു സോ മച്ച്.